വിഷമിഷേക്ക് സ്ഥിരീകരിക്കട്ടെ അച്ഛാ. എപ്പോഴും എപ്പോഴും ശരിയായിരിക്കട്ടെ. ഏതായാലും കാലാവസ്ഥയൊക്കെ മാറി, ചൂടൊക്കെ മാറി, മഴയൊക്കെ വന്നു തുടങ്ങി. അതിന്റെ ഒരു പ്രത്യേക സുഖം ഉണ്ടല്ലേ, ഒരു തണുപ്പ് വീണു. അപ്പൊ അതുകൊണ്ട് തിരക്ക് കൂടിയോ കുറഞ്ഞോ? എപ്പോഴും ഒരുപോലെ. അതല്ലേ, കാലാവസ്ഥ എങ്ങനെയാണെങ്കിലും തിരക്കുള്ള ആളായിരിക്കും തിരക്കിന് ഒരു കുറവില്ല. അപ്പൊ ഇന്ന് ഞാൻ ഓർക്കുന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാവുന്നതാണ്. അച്ഛന് കുറച്ച് എക്കണോമിക്സ് ഒക്കെ പറയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. മറ്റൊന്നുമല്ല സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബ ബഡ്ജറ്റിനെ പറ്റിയാണ്. ഒത്തിരി എക്കണോമിസ്റ്റുകളൊക്കെ ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്ന വിഷയമാണെങ്കിലും അതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എനിക്കൊന്ന് ഞങ്ങൾക്കൊക്കെ ഭയങ്കര രസകരമായിട്ട് മനസ്സിലാകാൻ പറ്റുന്ന ഭാഷയിൽ കേൾക്കുന്നത് അച്ഛൻ്റെ അടുത്തു നിന്നായിരിക്കും. അപ്പോൾ തുടങ്ങാം. കുടുംബ ബഡ്ജറ്റാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് വേണമല്ലോ കുടുംബ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാനും നടപ്പിലാക്കാനും. പലയിടത്തും ഭർത്താവ് മാത്രമായിരിക്കും, ഭാര്യ ഇതിനെക്കുറിച്ച് അറിയാറ് പോലുമില്ല. 5 പൈസയെക്കുറിച്ചും ഭാര്യയ്ക്ക് അറിയത്തില്ലാത്തവരുണ്ടാവും. ചിലപ്പം ഭർത്താക്കന്മാര് ധാരാളികളായിരിക്കും, ഭാര്യമാരായിരിക്കും, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഒത്തിരി ഘടകങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് അച്ഛൻ പറഞ്ഞു തുടങ്ങാം. കുടുംബം രണ്ടുപേരും കൂടെ ഏൺ ചെയ്യുന്നവരാണെന്ന വരിയിൽ ഒരുമിച്ച് ചെയ്യുന്നത് തന്നെ നിർബന്ധമായും കുടുംബ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യണം. ഭർത്താവ് മാത്രം ഏൺ ചെയ്യുന്ന ആളാണെങ്കിൽ ആളെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത കാര്യങ്ങൾ പോകുള്ളൂ. കാരണം മറ്റേ ആൾ പറഞ്ഞാലും അത്രയും കൂടി ഇത് വരില്ല. അവിടെ പ്രധാനപ്പെട്ടത് ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് മാസത്തിലെ വരുമാനം അനുസരിച്ച് എങ്ങനെ ചെലവ് എന്നൊരു പ്ലാൻ ഒരുമിച്ചിരുന്ന് ചെയ്യണം. കുടുംബത്തിൽ ഒരു വർഷത്തിൽ എത്രമാത്രം ഒരു നീക്കിയിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്നും വർഷാരംഭത്തിൽ തന്നെ ഒന്ന് നോക്കണം. എല്ലായിടത്തും ഉണ്ടല്ലോ മാർച്ച് ആകുമ്പോഴത്തേന് സാമ്പത്തിക വർഷ സമാപനവും ഒരു കണക്കുകൂട്ടല്. അപ്പം അതൊരു ഔദ്യോഗികമല്ലല്ലോ, അങ്ങനെ ഒരു കണക്കുകൂട്ടല് ദമ്പതികൾക്കിടയിൽ കുടുംബത്തിൽ വേണം. ഭർത്താവും ഭാര്യ ഒരുമിച്ചിരുന്ന് നമുക്ക് കിട്ടുന്ന നിശ്ചിത വരുമാനം എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ശമ്പളമാണെങ്കിൽ കർഷകരാണെന്ന് വരികയിൽ അവർക്കറിയാം ഏറെക്കുറെ ഉള്ളത് ചിലപ്പോൾ ഏറ്റവും കുറഞ്ഞിരിക്കും, കൃത്യം ഉണ്ടാക്കാൻ പറ്റുന്നിരിക്കുകയില്ല. നല്ല ശമ്പളം കൃത്യമായിട്ട് മേടിക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു ബഡ്ജറ്റ് ഉണ്ടാകണം. അല്ലാത്തവരെ കൃഷിയിൽ കൂടുതൽ പൈസ കിട്ടുമ്പം അത് പരമാവധി മാറ്റി വെക്കുകയും കുറവ് വരുമ്പം പരിഹരിക്കുന്ന രീതിയിലുള്ളത് ചെയ്യണം. പിന്നെ കൃത്യം ഒരു 15,000 രൂപ കിട്ടിയെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യാൻ കർഷകർക്ക് പറ്റിയല്ല, കാർഷിക മേഖലയിൽ. എന്നാലും സാധ്യതയുള്ള വരുമാനത്തെ വെച്ചുകൊണ്ട് ഒരു പ്ലാൻ, ആ പ്ലാനിങ്ങിൽ പോയാൽ നമുക്ക് നടക്കുകയുള്ളൂ. നമ്മൾ ബൈബിളിൽ പറയുമല്ലോ, 20,000 പട്ടാളക്കാർ വരുമ്പോൾ 10,000 കൂടെ നേരിടാൻ പറ്റുമെന്ന് ചിന്തിക്കാതെ വിവേകമുള്ള മനുഷ്യരുള്ളൂ. ഒരു മാസം ഒരു 15,000 രൂപ വരുമാനമുണ്ട്. ആ വരുമാനം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് 30,000 40,000 പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ തകരും. ഏലത്തിന് 4,000 രൂപ വന്നപ്പം അതിനനുസരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയും പെട്ടെന്ന് 1,200 താന്നപ്പം തകരുകയും ചെയ്യും. ഉള്ളപ്പം മനഃപൂർവ്വം സൂക്ഷിച്ച് വെക്കാനും അതില്ലാത്ത സമയത്ത് പകരം വെക്കാനും ഒക്കെ പഠിക്കുന്ന ഒരു പ്രായോഗിക പ്ലാനിങ് കർഷകർക്കും വേണം. അപ്പം എവിടെയായാലും ഒരു ബഡ്ജറ്റിങ് വീടിന് വരുന്ന ചിലവുകൾ അറിയാമല്ലോ, അതിനെക്കുറിച്ച് ഒരു ധാരണ വേണം. ഇല്ലെങ്കിൽ പിന്നീട് കടക്കണി വീഴുന്നവരും ഒത്തിരി ജീവിതത്തിൽ ദാരിദ്ര്യത്തിലേക്ക് കടന്നു പോകുന്നവരുമായ ഒരു സമൂഹമായിട്ട് രൂപപ്പെട്ടു വരും. ഈ സാധാരണ ചിലപ്പം ഭർത്താവ് ചില ബുദ്ധിമുട്ടുകൾ, അയ്യോ ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ, ഭാര്യയും മക്കളെ അറിയിക്കേണ്ട കാര്യമില്ലോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ മറച്ചു വെക്കും. മക്കൾക്ക് പിന്നെ പലർക്കും ഒന്നും അറിയത്ത് പോലുമില്ല. അപ്പം എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടോ അല്ലെങ്കിൽ ചെലവുകളോ അറിയത്തില്ലെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ചില കേസുകളിൽ ഭാര്യമാരിങ്ങനെ ഭർത്താവിൻ്റെ ഒരു അല്ലെങ്കിൽ നമ്മുടെ ഒരു വരവ് അറിയാതെ വളരെ ദൂർത്തടിച്ച് വളരെ ലാവിഷായിട്ടൊക്കെ ചിലവാക്കുന്നവരുമുണ്ട്. പക്ഷെ എന്നാൽ ചില വീട്ടിലെ അമ്മമാർ വളരെ ചെലവ് ചുരുക്കി പിടിച്ച്, സത്യം പറഞ്ഞാൽ ധനമന്ത്രി എന്ന് വിളിക്കേണ്ടത് അവരെയാണ്. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നതാണ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ അച്ഛൻ ഒന്ന് കമന്റ് ചെയ്യാവോ? നമ്മളിപ്പം കുടുംബം എന്ന് പറയുമ്പോൾ അതിൻ്റെ പല പല ചെലവുകൾ വരും. അപ്പം ആ ചെലവിനെ കുറിച്ച് രണ്ടുപേർക്കും അവബോധമുണ്ട്. കാരണം കുറേ നാൾ ജീവിക്കുമ്പോൾ ഏറെക്കുറെ ഉറക്കാർത്തയാവില്ലാതെ നോർമൽ ചെലവുകളുണ്ടല്ലോ, അതിന് ഒന്നാമതായിട്ട് നമ്മൾ ഊന്നൽ കൊടുക്കണം കുടുംബത്തിൽ. ഞാൻ ഓരോന്ന് ചോദിച്ചാൽ ഭക്ഷണം എന്ന് പറയുന്ന ഒരു സംഗതിയെ നമുക്ക് എങ്ങനെ ഒരു ബഡ്ജറ്റിൽ അല്ലാതെ ഒരു ചെലവ് ചുരുങ്ങിയൊക്കെ ഉപയോഗിക്കാമല്ലോ. നമുക്കൊരു നിശ്ചിതമായ വരുമാനമുള്ളപ്പം ദൂരത്തുള്ള ഭക്ഷണക്രമത്തിലേക്ക് പോകരുത്. ചിലർ എപ്പോഴും തട്ടുകടയിൽ തന്നെയാണ് ഭക്ഷണം. ഭാര്യയ്ക്ക് പണിയാൻ മടി, എപ്പോഴും പോയി പാഴ്സൽ മേടിക്കുക, ആ രീതി ചെയ്യും. ഇപ്പം IT വേൾഡിലൊക്കെ
ഫുൾ ടൈം പണിയുന്നവർക്ക് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് വരുന്ന പ്രശ്നം ക്യാൻസർ, കുടരോഗങ്ങൾ, ഇങ്ങനെ പലതിലേക്കും പോകും. തന്നെയുമല്ല, ആ ഒരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കുടുംബാന്തരീക്ഷത്തിൻ്റെ ഒരു സ്നേഹം കുറയും. അത് ഇടയ്ക്കെങ്കിലുമൊക്കെ ആയാലും അടുക്കളയെ പാചകം ചെയ്യണം. ഭർത്താവ് ഒരുമിച്ച്, കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഭക്ഷണം പാചകം ചെയ്യണം. ഇനി നമുക്ക് ചിലർ പോയി ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ഭയങ്കരമായിട്ട് കുഴിമന്തി, മിക്സഡ് ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കന്, അപ്പം ഇങ്ങനെയുള്ളതെല്ലാം അങ്ങോട്ട് മേടിക്കും. ഇപ്പം കോഴിയുടെയൊക്കെ വിവിധ രൂപങ്ങൾ, പാവങ്ങൾ, KFC, അപ്പം ഇങ്ങനെയൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇപ്പം മക്ഡൊണാൾഡും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ജങ്ക് ഫുഡാണ്. അപ്പം ഈ ജങ്ക് ഫുഡൊക്കെ കഴിച്ച് ഉദരരോഗങ്ങൾ ഒരുപാട് വർദ്ധിക്കുന്നു. തന്നെയല്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവരുടെ ദേഹം കൊഴുക്കുന്നു. ഷേപ്പില്ലാത്ത മക്കളായിട്ട് വളരുന്നു. ഏതാണ്ട് ഈ പ്രത്യേകിച്ച് പോഷകാംശം കൊടുക്കുന്ന പന്നിക്കുഞ്ഞിനെ പോലെ പല പിള്ളേരും വീർത്ത് നടക്കുന്നതാണ്. അതൊക്കെ പേരൻസിൻ്റെ തെറ്റാണ്, ഭക്ഷണം കൊടുക്കുന്നതിലാണെങ്കിൽ. അല്ലാതെ സ്വാഭാവികം നമുക്ക് പറയാൻ പറ്റുമല്ല. അപ്പം അങ്ങനെയുള്ള വിപത്തുകൾ ഇന്ന് ഒരുപാടുണ്ട്. അപ്പം ഈ ഭക്ഷണം കഴിക്കുക, അപ്പോൾ അതുകൊണ്ട് വരുന്ന പ്രശ്നം എന്തുവാ? കഴിച്ച് തീർന്നില്ലെങ്കിൽ അത് പാക്ക് ചെയ്യാൻ പറയും. പല വീടുകളിലും പാക്ക് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ അത് 2 ദിവസം ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞാൽ സന്തോഷം. അതൊക്കെ സ്കൂളിൽ കൊടുത്തു വിട്ടാൽ അതിലും വലിയ സന്തോഷം. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്, അത് അവരെ കഴിച്ചിട്ടുണ്ടാക്കി കഴിയുന്നു. അപ്പം അതുകൊണ്ട് പല ഭക്ഷണം എടുത്ത് നോക്കുമ്പം അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാന്ന് നോക്കിയിട്ടേ കഴിക്കാൻ പറ്റും എന്നാണെന്നുള്ളത് ഈ അപകടം സമൂഹത്തിലുണ്ട്. അപ്പം ഭക്ഷണത്തിൽ ഒരു മിതത്വം പാലിക്കുക. അത് ബഡ്ജറ്റ് ശരിയാക്കാൻ പറ്റും. എപ്പോഴും ഈ കടയിൽ പോയി ഭക്ഷണം മേടിക്കുന്ന പരിപാടി പരമാവധി നിർത്തുക. ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ദാമ്പത്യ ജീവിതത്തിൻ്റെ ബലത്തിന് ഒരു പ്രധാന കാരണമാണ്. ഒന്നിച്ച് കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളത്. സൗകര്യവും സമയവും ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക. പിന്നെ ഈ ഒരു ഇഷ്ടം പോലെ കറികളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ വല്ലതൊക്കെ എൻജോയ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു മിനിമത്തിൽ ചോറും 2 കറിയും ഒക്കെ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം അച്ചാറോ ഒക്കെ കൂട്ടി, അല്ലെ മോരും ഒരു മീൻ വറുത്തതോ മോരോ അങ്ങനെയൊക്കെ നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം. ഭക്ഷണ സിസ്റ്റം നമ്മൾ ട്രെയിൻ ചെയ്യുന്നതാണ്. ഭക്ഷണത്തിലൊരു ലാളിത്യം, അല്ലേ, ഒരു മിതത്വം വേണം. അതുകൊണ്ടാണ് നമ്മൾ പറയും ഭാരതീയ പശ്ചാത്തലത്തിൽ എപ്പോഴും നല്ലത് ഈ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളാണ്. മറ്റേത് കഴിക്കരുതെന്നല്ല. പക്ഷെ ചിലർ കളിയാക്കി പറയുകയെ നമുക്ക് ഉണ്ടാക്കാൻ മടിയാ, അല്ലെങ്കിൽ പിശുക്ക, അല്ലെ ദാരിദ്ര്യവാ. സത്യത്തിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ ഇത്രയൊക്കെ തന്നെ ധാരാളമല്ലേ, അല്ലേ? ഒരു ചോറ് പൊതി കിട്ടുമ്പോൾ ഇത്ര ഇതിൽ കൂടുതലൊന്നും ആവശ്യമില്ലല്ലോ. നമ്മളെ ആകെപ്പാട് ജീവിതത്തിലെ മതി എന്ന് പറയുന്നത് ഭക്ഷണം മാത്രമാണ്. സെക്സോ പണമോ പ്രസിദ്ധിയോ പോരാ പിന്നെ ആർത്തിയോ, ഇത് മതി എന്ന് പറയും. അപ്പം മതി എന്ന് പറയുന്ന സാധനത്തെ അതിനോടും ചില മതി പറയാൻ നമ്മൾ പഠിക്കണം. ഇത് മതി, ഇങ്ങനെ മതി. അത് കുഞ്ഞുങ്ങളെയും പരിശീലിപ്പിക്കുന്ന മക്കളെ ഇതാണ് അപകടം. കൊക്കോക്കോളയേക്കാൾ നല്ലത് മോരും വെള്ളമാണ്, പെപ്സിയേക്കാൾ നല്ലത് നാരങ്ങാ വെള്ളമാണ്. ആ രീതി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അബദ്ധത്തിന് കാരണവന്മാരും കൂട്ടി നിൽക്കും മക്കളെ ഓമനിക്കുന്നതിന്റെ ഭാഗമായിട്ട്. പിന്നെ ഈ ചിലരൊക്കെ ഇങ്ങനെ ഇന്നുണ്ടാക്കിയ ഭക്ഷണം നാളെ കഴിക്കില്ല, എന്നാൽ കുറെ കൂടുതൽ ഉണ്ടാക്കും. വേസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിൽ ഇപ്പോഴും നമ്മൾ മലയാളികൾ ഒട്ടും അങ്ങോട്ട് ശരിയായിട്ടില്ല. പക്ഷെ വിദേശത്തൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഭക്ഷണം വേസ്റ്റ് ചെയ്യാനൊന്നും സമ്മതിക്കത്തില്ല. അപ്പം നമുക്കിപ്പോഴും ഫുഡ് വേസ്റ്റ് എടുക്കാൻ തന്നെ മുനിസിപ്പാലിറ്റി ഇങ്ങനെ വണ്ടി വിടുകയാണല്ലോ. ആക്ച്വലി അത് വരുന്നത് തന്നെ എങ്ങനെയാ? ഇത്രയും ഒരു വേസ്റ്റ് കൊടുക്കുന്നത് കൊണ്ടാണല്ലോ. അപ്പം അത് വീട്ടിലെ അമ്മമാർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ അതും കൺട്രോൾ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. തീർന്നു എന്ന് പറഞ്ഞാൽ മതി. ചില കാര്യങ്ങൾ തീർന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് എന്തെങ്കിലും ഉണ്ട്, ഫ്രൂട്ട്സൊക്കെ കൊടുത്ത് ഇന്നങ്ങ് തീർന്നിട്ടേ ഉള്ളൂ. അത് പറയാൻ പഠിക്കണം. അല്ലാതെ ഒരു മാനേജ് ചെയ്യാൻ കഴിവില്ലാത്തൊരമ്മ വന്നാൽ ആ അപകടമുണ്ട് കുടുംബത്തിലാണ്. മക്കളുടെ ഇഷ്ടത്തിനെല്ലാം മേടിച്ചു അപ്പം വന്നാലും ഈ അപകടമാണ്. ഞാൻ ഈ സവോണ എന്ന സ്ഥലം, ഇറ്റലിയിലെ സവോണ ഒരു ഹോട്ടലിൽ കൂട്ടുകാർ ഭക്ഷണത്തിന് കൊണ്ടുപോയി. ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു. അവിടുത്തെ കണക്ക് ഈ പുറത്തിരുന്ന കഴിക്കുന്നെങ്കിൽ 12 യൂറോ. എന്തും തിന്നാം, ഇതെല്ലാം ഉണ്ട്, അതെല്ലാം മേടിച്ചു കൊണ്ടുവരും. പക്ഷെ ഓർഡർ ചെയ്യുന്ന സാധനം കഴിച്ചോണം പൊതിയാൻ പറ്റുമല്ല. 12 യൂറോയേ ഉള്ളൂ. അകത്തിരുന്ന് കഴിക്കണമെങ്കിൽ 17 യൂറോയാണ്, 5 യൂറോ കൂടുതലാണ്. അവിടെ നമ്മൾ കഴിക്കുന്നു, വേസ്റ്റ് വന്നാൽ ഇടുന്നു. എന്നാലും അങ്ങനെ നോർമലായിട്ട് വേസ്റ്റ് ആക്കത്തില്ല. ഇപ്പം ഞങ്ങൾ പോയപ്പോഴത്തേന് മലയാളി ആർത്തി കൊണ്ട് പന്നിയും താറാവും കോഴിയെല്ലാം എല്ലാവരും ഓർഡർ ചെയ്തു. അവസാനം വന്ന് ഒരുപാട് വേസ്റ്റ് വന്നു. ഇപ്പം പേര് ഹെഡിന് അവർ 5 യൂറോ ശിക്ഷ തന്നു. അപ്പം 12 പേര് കൂടി 60 യൂറോ അടിക്കേണ്ടി. കാരണം അവരുടെ ഏറ്റവും വലിയ കാര്യം പറയുന്നത് ഭക്ഷണത്തെ അവഹേളിക്കുന്നു. ഭക്ഷണത്തെ, അത് ജീവനെ നിലനിൽപ്പാണല്ലോ, അവഹേളിക്കുന്നു. അപ്പം സവോണയിൽ ആ ഹോട്ടലിൽ എന്നെ കൊണ്ടുപോയ ആൾക്കാർ തന്നെ ആ പൈസ അടയ്ക്കുന്നുണ്ട്.
നമുക്ക് ആ ഒരു സംസ്കാരം വേണം. നമ്മളാണെങ്കിലും ഈ ഒരു കാര്യമുള്ളത് വീട്ടിലൊക്കെ ആണെങ്കിലും ഈ വിളമ്പി വെക്കും ചുമ്മാ ഈ എരുമ തിന്നുന്ന പോലെ വാരി പ്ലേറ്റിൽ ഇടരുത്. വീട്ടിട്ട് വലിയൊരു മല പോലെ പൊത്തി വെച്ച് അതും വെച്ച് പിന്നെ അവസാനം തിന്നു തീർക്കാനും മേല. പറ്റില്ല, ആർക്കും കൊടുക്കാനും പറ്റില്ല. തമിഴന്മാരുടെ ഇത് ഏറ്റവും നല്ലത്. തമിഴ്നാട്ടുകാര് ആദ്യം വെള്ളച്ചോറ രസം അത് കഴിച്ചു, പിന്നെ ചോറ സാമ്പാർ അത് കഴിച്ചു, ചോറ മോര് അത് കഴിച്ചു, പല പ്രാവശ്യം പഠിക്കും. ആവശ്യമുള്ളത് എടുക്കുകയുള്ളൂ, ഒട്ടും വേസ്റ്റും കളയല. നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വലിയ പ്രയാസമുണ്ട്. അപ്പം ഭക്ഷണത്തിന്റെ മേഖലയിൽ ഒരു ദൂരത്തുണ്ട്. അത് കുടുംബത്തിന്റെ വരുമാനം അനുസരിച്ച് ഭക്ഷണക്രമത്തെ നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ വളരെ കണക്റ്റഡ് ആണല്ലോ ഇപ്പം വെള്ളം, വെളിച്ചം, ഗ്യാസ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, ന്യൂസ് പേപ്പർ. അപ്പൊ ഇതിലൊക്കെ നമുക്ക് എങ്ങനെ ഒന്ന് ഒരു അടുക്കും ചിട്ടയും പാലിക്കാം? ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മാസത്തിൽ സ്ഥിരമായി വരുന്ന ചെലവ് നമുക്കറിയാമല്ലോ. ഭക്ഷണത്തേക്കാൾ കൂടുതലാണ് ഇതൊക്കെ. അനുദിന ജീവിത ചെലവുകളിൽ പെടുന്നതാണ് ഇതെല്ലാം. ഗ്യാസ് വരുന്നു, ഇലക്ട്രിസിറ്റി, ഫോൺ ചാർജ്, പത്രം. നമുക്കൊരു വിവേകമുള്ള മനുഷ്യനറിയാം ഇതെല്ലാം ഒരു മാസം ആകുന്നുണ്ട്. അപ്പം അതിനുള്ള പൈസയും കൂടെ മാറ്റി വെക്കുന്നതായിരിക്കും നമ്മുടെ ബഡ്ജറ്റ്. ഇപ്പം 2 പത്രം വേണോ 3 പത്രം വേണോ, അത് പണം അനുസരിച്ചും സൗകര്യം അനുസരിച്ചും. അതായത് ഇത് മതി, ഒരു പത്രം മതി, വാർത്ത അറിയാൻ പത്രം മതി, ബാക്കി മൊബൈലിലും ടി വിയിലൊക്കെ കാണുന്നുണ്ടല്ലോ, ഒരെണ്ണം മതി തീരുമാനിച്ചാൽ 3 ചെലവിനെ കുറയ്ക്കാൻ പറ്റും പത്രത്തിലൂടെ. അതുപോലെ തന്നെ ചുമ്മാ ഈ ഒരു മൊബൈൽ ഫോണൊന്നും സമ്പൂർണ്ണ വഴികൾ വായിക്കാനുള്ളതല്ല. മിനിമം കമ്മ്യൂണിക്കേഷനായി എസോറിന് പറയാൻ വേണ്ടിയുള്ളൂ. ചുമ്മാ നീട്ടി അതിൻ്റെ ചാർജ് അതിന് നമ്മൾ പണം അടയ്ക്കുക, ആ രീതിയിൽ. അപ്പം ചിലപ്പം STD അയച്ചൊക്കെ ചുമ്മാ നീട്ടി വിളിച്ചിട്ടേ. അപ്പം അങ്ങനത്തെയുള്ള കാര്യങ്ങൾ നമുക്ക് ചില പ്ലാൻ വേണം. എല്ലാത്തിനും ഒരു മിനിമം അത്യാവശ്യം വേണം, അനാവശ്യമരുത്, ആ രീതിയിൽ വേണം. പിന്നെ ഗ്യാസ് സൈനികൾ അതൊക്കെ പിന്നെ ഉപയോഗ സാധനങ്ങളാണ്, അതും കൃത്യമായിട്ട് ഓഫ് ചെയ്യാനും ഒക്കെ ചെറിയ ചെറിയ സംഗതി മതി. ഓരോന്നിനും ചെറിയ ഒരു ശ്രദ്ധ നമുക്ക് വേണം. ചുമ്മാ ലൈറ്റ് ഓൺ ചെയ്ത് കിടക്കാൻ പോകരുത്, വീട്ടിൽ നിന്ന് ലൈറ്റ് ഓഫ് ആക്കി നമ്മൾ ഉറപ്പ് വരുത്തണം. ചെറിയ കാര്യമാണ്. ഈ ചെറിയ കാര്യം 100 കുടുംബം ചെയ്യുമ്പം അത് വലിയ കാര്യമായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്ന അനുദിന ചിലവുകളെ കുറിച്ച് മാസാരംഭത്തിൽ തന്നെ മനസ്സിൽ ഒരു പദ്ധതി വേണം. എങ്ങനെ വേണം, എന്ത് വേണം, ഇത് മതിയോ, ഇതിനപ്പുറം വേണോ, ആ ഒരു പ്ലാനിങ് ആവശ്യം. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ടേ, ഒരു 100 രൂപ അല്ലെ 200 രൂപ ഇതൊക്കെ അല്ലേ ലാഭിക്കുള്ളൂ, അല്ലെ കുറയുള്ളൂ എന്ന്. പക്ഷെ ഈ പല 200ഉം പല 100ഉം ചേരുമ്പോഴല്ലേ ഒരുപാട് കാര്യങ്ങൾ വരിക എന്നുള്ളത് മനസ്സിലാക്കുന്നില്ലാത്തത് കൊണ്ടാണല്ലോ. ഉദാഹരണം, ഒരു 200 രൂപ ഒരു മാസം എക്സ്ട്രാ ചെലവ് വരുന്നു, 12 മാസം ആകുമ്പോൾ 2400 ആയില്ലേ. അത് പിടിച്ചു വെക്കാമല്ലോ. ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ സത്യം ദൂരത്തിങ്ങനെ നമ്മൾ പറയുമല്ലോ, ഈ വരുമാനം കണ്ണുനീര് പോലെയാണ്, ഒരിടത്തുനിന്നേ വരുള്ളൂ. ചെലവ് വേർപ്പ് പോലെ എല്ലായിടത്തും. അതാണ്. അത് എല്ലാത്തിനും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുടുംബത്തിൽ വലിയ അപകടമാണ്. കുടുംബ ബഡ്ജറ്റിൽ ആവശ്യം ശ്രദ്ധിക്കാം. പിന്നെ ഇപ്പം നമ്മുടെ സൗകര്യങ്ങളൊക്കെ വളരെ കൂടുവാണല്ലോ. അപ്പം നമ്മൾ ഈ വീട്ടിലെ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് വെക്കുന്നതിനെ പറ്റി എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ പുതിയ വീടുകളൊക്കെ പണിയുന്നത്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ഈ നമ്മുടെ വാക്വം ക്ലീനർ പോലുള്ള സംഗതികളൊക്കെ സത്യത്തിൽ ഒരിക്കൽ പോലും എടുക്കൂല. ചൂല് വെച്ച് തൂത്താൽ മതിയെങ്കിൽ പോലും ഇതില്ലാതെ പറ്റില്ല. അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഏറ്റവും വലിയ സൈസ് തന്നെ വേണം, വാഷിംഗ് മെഷീൻ വിത്ത് ഡ്രയർ എല്ലാം ഉണ്ടെങ്കിൽ. അപ്പം അങ്ങനെ എല്ലാ ഫുൾ സെറ്റപ്പോട് കൂടിയാണ്. പലതും ഉപയോഗിക്കുന്ന പോലും ഉണ്ടാവില്ല. ചിലത് നമുക്ക് യൂസ്, ഇപ്പോൾ ഡിഷ് വാഷർ ചിലപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള 2 പ്ലേറ്റ് ഉണ്ടാവുള്ളൂ കഴുകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ വീട്ടുപകരണങ്ങൾ മേടിക്കുന്നതിൻ്റെ ഒരു ധാരാളിത്വവും അതിൻ്റെ ഒരു ബഡ്ജറ്റിങ്ങും എങ്ങനെയാ? അത് ഈ ചിലർക്കിതൊരു പൊങ്ങച്ചമാണ് കാണിക്കാൻ വേണ്ടി. ഏറ്റവും ലേറ്റസ്റ്റ് ഇറ്റാലിയത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്, പാരീസിൽ നിന്ന് കൊണ്ടുവന്നതാണ്, പെർഫ്യൂം ആണെങ്കിൽ പോലും, പൗഡറാണ്, എന്താണെങ്കിലും അങ്ങനെ പറയുന്നുണ്ട്. അതിപ്പോൾ ഒരു മാനസിക വൈകല്യത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഇല്ലായ്മയിൽ നിന്ന് വന്നു ആർത്തി കാണിക്കുന്ന ഒരു പഞ്ഞത്തരം എന്നൊക്കെ പറയാം ചിലരെ സംബന്ധിച്ച്. അതേസമയത്ത് 2 പേരും ഹൈ ഇൻകം ഏൺ ചെയ്യുന്നവരും, ടൈം ഒട്ടും ഇല്ലാത്തവരും, രാവിലെ 6 മണിക്കും 8 മണിക്കും ഇറങ്ങുന്നു, നൈറ്റ് ജോലി ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളും ഇല്ലാതെ പറ്റാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. നിങ്ങൾ 2 പ്ലേറ്റ് കഴുകാൻ വേണ്ടി അങ്ങനത്തെ മേടിക്കേണ്ട കാര്യം നമുക്ക് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ ഇങ്ങനൊരു ചിന്ത അങ്ങ് വന്ന് എല്ലാത്തിലും ഇപ്പം ഏറ്റവും വീട്ടിൽ തന്നെയുള്ള ഉപകരണം വേണം. കാര്യം നിലനിൽക്കും. പക്ഷെ അതിനുള്ള പണവും ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്തോട്ടെ, നമുക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റിയ, അത് ഇൻഡിവിജ്വൽ താല്പര്യം പോലെ. പക്ഷെ നമ്മളില്ലാത്തൊരു മത്സര ബുദ്ധിയോടുകൂടി അത് തന്നെ മേടിച്ചിടുമ്പോഴാണ് അപകടം വരുന്നത്. ഇപ്പം ഉദാഹരണത്തിന് നമുക്കിട്ട് അരയ്ക്കാവുന്ന ചില സാധനമുണ്ട്, അതിന് നമ്മളത് മാറ്റിയിട്ട് അതിന് പകര സംവിധാനം കൊടുക്കുന്ന ഇലക്ട്രോണിക് സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ
എളുപ്പമുണ്ട്, പക്ഷെ രുചിക്കുറവുമുണ്ട്. ആ സമയത്ത് അത് നമ്മുടെ വയറിനും ചേർന്നാണെന്നൊരു പൊടി തൂളുമ്പോഴേ ഒരാൾ പറയാണ്, ഡോക്ടറെ കാണുന്നു, എൻ്റെ വയറ് കുറയ്ക്കാൻ എന്താ മാർഗം? വയറ് കുറയും. ഡോക്ടർ പറഞ്ഞു 51 പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി. അതായിരുന്നു പണ്ട് അരകലയിൽ അരയ്ക്കുമായിരുന്നു. അല്ല എൻ്റെ ഉരത്തിന് വേദന, അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ വെക്കുക. അതായിരുന്നു പണ്ട് വെള്ളം കോരുന്നത് ഓരോന്ന്. കൈക്ക് ആ ചലനമില്ല, അപ്പം പറയും ഇങ്ങനെ ഇങ്ങനെ വയ്ക്കും. അതാണ് തുണിയലക്ക്. അപ്പം പണ്ട് നമ്മൾ ചെയ്തതിനൊക്കെ ഇന്ന് കാശ് കൊടുത്ത് നമ്മൾ ഗുളിക മേടിച്ച് കഴിക്കുകയാണ്. അതാണ് ഇന്നത്തെ വലിയ അപകടം എന്ന് പറയുക. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്വയം ചെയ്യണം. പറ്റാത്ത കാര്യത്തിലെ മറ്റാളെ ആശ്രയിക്കാവും. എനിക്ക് ചെയ്യാവുന്ന ജോലിയാണെങ്കിൽ ഒരു പണിക്കാരിയെ നിർത്തരുത്, ഞാൻ തന്നെ ചെയ്യണം. എനിക്ക് ചെയ്യാവുന്നുള്ളത് വരിക. ഇല്ലാത്ത നമുക്കറിയാം. അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈമായിട്ട് സഹായത്തിന് വല്ലപ്പോഴും ആളെ കൊണ്ടുവരിക. അതിൻ്റെ ആവശ്യമുള്ളൂ. ഒത്തിരി ഇതായിട്ട് ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു പണക്കാരൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞ് 2 നഴ്സുമാരെ നിർത്തിയിരിക്കുന്നു. 8 മണിക്കൂർ വീതം നോക്കാനായിട്ടും മാറി ഈ ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടി. ഒരമ്മയ്ക്ക് നോക്കാവുന്നതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സാഹചര്യം, ജോലി, പണി ഒട്ടും ഫ്രീ ആകുന്നില്ല, നമുക്കൊന്ന് ന്യായീകരിക്കാം. ഇതില്ലാത്തടത്തും ഈ ഒരു ആവേശം കാണിക്കുന്നത് അബദ്ധമാണ്. അത് നമ്മുടെ കുടുംബത്തിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും. അത് തകരാനാണ് സാധ്യതയുണ്ട്. അപ്പൊ ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, അച്ഛനൊട്ടും ആപ്ലിക്കബിൾ അല്ലാത്ത ചോദ്യമാണ്, ഞാൻ അടക്കമുള്ളവർക്ക് ആപ്ലിക്കബിൾ ആണ്. എന്തായിരിക്കും? വസ്ത്രം. അപ്പൊ ഇങ്ങനെ മാറി, കാരണം പണ്ടൊക്കെയാണ് ആകെ 2, ഞാൻ പഠിച്ച കാലത്തൊക്കെ എനിക്കൊരു 5 ഡ്രസ്സ് കൂടുതലുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇപ്പം നമ്മുടെ ഡ്രസ്സ് ഏത് അലമാരിലാണ് ഇരിക്കുന്നതെന്ന് തപ്പിയെടുക്കണേ പാടാന്നുള്ള രീതിയിലാണല്ലോ എല്ലാവരും. ഈ ഓൺലൈൻ ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു വില്ലൻ. ഷോപ്പിംഗ് ഓൺലൈനിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടായിട്ടും ഇതായിട്ടും ഒക്കെ കാശ് പോണ വഴി അറിയത്തില്ല. പ്രത്യേകിച്ചും ഗൂഗിൾ പേയും കൂടെ വന്ന സ്ഥിതിക്ക് മൊബൈലിൽ കൂടെ എല്ലാം നടക്കുമല്ലോ. അപ്പം ഈ അതൊരു ശരിക്കും ഒരു ധാരാളിത്വമാണ്. ഒരു തവണത്തേക്ക് കൂടുതൽ ഡ്രസ്സ് ഇടൂല, അല്ലെങ്കിൽ ആ ട്രെൻഡ് മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടേ ഇരിക്കണം എന്നുള്ളത്. അപ്പം അതിനെക്കുറിച്ച് അച്ഛൻ എന്താ പറയുക? അതൊരു നമുക്കൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇത് 3 ബേസിക് നീഡ്സാണ് മനുഷ്യൻ്റെ. അത് ലോകത്തെല്ലാവർക്കും ഉള്ളത്. ഈ ലോകത്ത് ദൈവം വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ചില ആർത്തിയോടെ ചിലത് വാരിക്കൂട്ടുമ്പോഴാണ് ചിലർക്ക് ഇതില്ലാതെ പോകുന്നത് സമൂഹത്തിൽ. അപ്പം അതിനൊരു വെല്ലുവിളിയായിരുന്നു മഹാത്മാഗാന്ധി. ഇത് മതി, വാർത്താഭക്തനായ ഫക്കീറായിട്ടാണ്. ഈ സൗന്ദര്യം വസ്ത്രത്തിലാണെന്ന് കരുതുന്ന വിഡ്ഢികൾ ലോകത്തിലുണ്ട്. ഞങ്ങൾ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനൊക്കെ അത് കരുതാൻ പറ്റില്ല, അവർക്ക് ഒരേ വസ്ത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ സത്യത്തിൽ അങ്ങനെ കരുതുന്നവരല്ലേ. കരുതുന്നവരാണ്. അപ്പം അതിൻ്റെ അർത്ഥം, വിവാഹിതയായ ഒരു സ്ത്രീ പരമാവധി ശ്രദ്ധിക്കുന്ന വസ്ത്രം ധരിച്ച് പോയാൽ അവർക്ക് അവിടെ കെട്ടിയോ മാത്രം പോയാൽ അവയടുത്തും കൂടെ വേണം. അതാണ് മനഃശാസ്ത്രം. എന്നെ നോക്കി വെച്ചാൽ ആസ്വദിക്കണം, എൻ്റെ തുണി കണ്ട്, എൻ്റെ ദേഹം കണ്ട്. ഭർത്താവ് കാണാത്തൊന്നുമില്ലല്ലോ അവൻ്റെ ജീവിതത്തിൽ. അപ്പം ഇതാണ്. അല്ലെങ്കിൽ ആഭരണം, അത് പരമാവധി ധരിച്ചിട്ട് നടക്കണം. അല്ലെങ്കിൽ ഇറുകിയ ഡ്രസ്സ് ധരിച്ചിട്ട് ദേഹം പ്രൊജക്റ്റ് ചെയ്ത് നടക്കണം. അപ്പം അതിൻ്റെ അർത്ഥം ഒരു അഭിസാരിയുടെ മനസ്സ് ഉള്ളിലുണ്ട്, സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എല്ലാവരും എന്നെ ശ്രദ്ധിക്കണം. അതിന് ചുമ്മാ 40-ആം വയസ്സിൽ ഉണങ്ങശാവും പോലെ നടക്കരുത്. നടക്കണം, വൃത്തിയായിട്ട് നടക്കണം. പക്ഷെ ദൂർത്തുകൊണ്ടുള്ള വൃത്തി ശരിയല്ല. അത് നമുക്കെപ്പോഴും അപകടമാണ്. ചിലർ ഒരു ഭംഗിയില്ലാത്ത ആൾക്കാർ ചില ഡ്രസ്സ് ധരിക്കും. 1990-കളിലുണ്ടായിരുന്നു ഒരു സാരിയുടെ പേര് മൂങ്ങ ഡിസൈൻ എന്നായിരുന്നു. മൂങ്ങ ഡിസൈൻ. അത് മുഴുവൻ ഓരോ മൂങ്ങയാണ് ഇങ്ങനെ ഇരിക്കുവേ. ഷേപ്പില്ലാത്ത ചില പെണ്ണുങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സാരിയും മൂങ്ങായും അവൾക്ക് ഒരുപോലെ ഇരിക്കും ചില മനുഷ്യരെ. അതേസമയത്ത് വലിയ സൗന്ദര്യമില്ലാത്ത ആള് മിനിമം ഒരു ഡ്രസ്സ് ധരിച്ചാൽ ഒരു സൗന്ദര്യം ഉണ്ടാവും. മദർ സൗന്ദര്യം ആ ഓയിൽ സാരിക്കകത്ത് വരുമ്പോഴാണ്. ലാളിത്യമുള്ള വസ്ത്രത്തിനകത്തിരുന്ന് തിളങ്ങുന്ന ഒരു മുഖം, മുഖത്തൊരു ചൈതന്യമുണ്ടോ, വസ്ത്രം സെക്കൻഡറിയാണ്. നമ്മൾ ഈ പുറത്തെ പൊലിമയിലല്ല, അകത്തെ ഈടിലാണ് നമ്മുടെ തിളക്കം വരിക. ശരിക്കും നമ്മുടെ നേതാക്കന്മാരെല്ലാം അങ്ങനെയാണല്ലോ. അവരുടെ വസ്ത്രത്തിൽ എപ്പോഴും ഒരു നിറവും സാരിയും എന്തൊക്കെയാണെങ്കിലും എല്ലാം ഒരു ലൈറ്റ് കളർ, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി കളർഫുള്ളോ ഒത്തിരി ആടയാഭരണങ്ങളോ ഒന്നും ഇല്ലാതെയാണല്ലോ പോകുന്നത്. അപ്പം അവര് നമുക്കൊരു ആവശ്യം വേണം. അത് ഒത്തിരി വലിയ തുക മുടക്കിയുള്ളതൊക്കെ ദൂരത്തിൻ്റെ ഭാഗമാണ്. എപ്പോഴും ഞാൻ പറയുന്നു, സമ്പത്ത് ആശ്രയിച്ച് ഇഷ്ടംപോലെ ചെയ്യേണ്ടത് അവർ പാവപ്പെട്ടവർക്ക് സാരി മേടിച്ച് കൊടുക്കുകയാണ്. അത് പറ്റിയല്ല തന്നെയും അവർക്കുണ്ടെങ്കിൽ നമ്മളൊന്നും പറയുന്നില്ല. കാരണം അവരുടെ മനസ്സാക്ഷിക്ക് അത്
വിടുന്നു. ശരി, മിനിമം ഒരു ലാളിത്യം വസ്ത്രധാരണത്തിൽ സൂക്ഷിക്കുന്നതാണ് ഒരു പക്വതയുടെ ഭാഗമായിട്ട് നമ്മൾ കണ്ടെത്തുക. പക്ഷെ ഇന്നത്തെ ഈ പിള്ളേരൊക്കെ ബ്രാൻഡഡ് അല്ലാതെ ഒന്നും ഇട്ടില്ല, എന്തും ബ്രാൻഡഡ് ആണ്. ഇന്നർവെയർ തൊട്ട് മുകളിലുള്ള എന്തും ഷൂസ് എന്തും. അപ്പൊ ഈ ബ്രാൻഡഡ് ഭ്രമമുള്ളവരെ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഈ കുട്ടികളുടെ ഈ ഡിമാൻഡ് കൊണ്ട് ഒരു ഷൂ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ 4000 കുറഞ്ഞില്ല. സാധാരണ ഷൂ മേടിച്ച് പക്ഷെ ലാസ്റ്റ് ഈവായിരിക്കാം. പക്ഷെ ഈ ബ്രാൻഡഡ് ഭ്രമങ്ങളോടുള്ള ഒരു കാഴ്ചപ്പാട് എന്താ? ഞാൻ ചുമ്മെങ്കിലും ചോദിക്കുവാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് മനുഷ്യനെ വിലയിരുത്തുന്നത്. ഇവൻ കൊള്ളാം, കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവള് കൊള്ളാം എന്നൊരു കൺസെപ്റ്റ് പൊതുവെ എല്ലാവരുടെ ഇടയിലുണ്ട്. അപ്പം അങ്ങനെയുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, വിലയില്ലാത്ത മനുഷ്യർക്ക് അങ്ങനെയേ വിലയുള്ളൂ. ഞാൻ വെറും ഒരു മൂന്നാം കൂലിയാണെങ്കിൽ എൻ്റെ വില ഒരു ഷർട്ടല്ല. എല്ലാ മനുഷ്യൻ്റെയും കഴുത്തിൽ അവൻ്റെ പ്രൈസ് ടാഗ് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഏത് മനുഷ്യൻ്റെയും കഴുത്തിൽ ഒരു പ്രൈസ് ടാഗാണ്. ഒത്തിരി മേക്കപ്പും ഡ്രസ്സും പെർഫ്യൂം നടക്കുന്ന ഒരു സ്ത്രീയുടെ വില ഏതാനും പൗഡറിൻ്റെയും ഒരു ഞാൻ തുണിയുടെയും വിലയുള്ളൂ. അവിടെ പ്രൈസ് ടാഗ് അതാണ്. അപ്പം നമുക്ക് നമ്മുടെ വില അറിയാമെങ്കിൽ നമ്മൾ ദോഷ്ടി കാണിക്കുകയല്ല. ഒരുത്തൻ്റെ പ്രൈസ് ടാഗ് ഒരു പെണ്ണാണ്. ഒരു പെണ്ണിനെ കാണിച്ചാൽ അവനെ വീഴിക്കാം. ഒരുത്തൻ്റെ പ്രൈസ് ടാഗ് ഒരു ബോട്ടില്ല, ഒരു കുപ്പി കൊടുത്താൽ അവനെ നേടാം. ഒരുത്തൻ്റെ പ്രൈസ് ടാഗ് എന്ന് പറഞ്ഞു കഴിയുന്നത് ഒരുപക്ഷെ അവൻ്റെ ആഭരണവും എന്തെങ്കിലും ആയിരിക്കാം, ഷോ കാണിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഉള്ളവരെ കാണുമ്പോൾ അകത്ത് വിലയില്ലാത്ത മനുഷ്യരാണ് ഞാൻ. എനിക്കതിൻ്റെ യാതൊരു ആർഗ്യുമെൻ്റൊന്നുമില്ല. ഞാൻ അതിന് വില കിട്ടും. ഞാൻ കാണുമ്പോഴേ ചിലരുടെ ഗോഡി കളർ ഷർട്ട് കാണുമ്പോൾ അറിയാം ഇവനകത്ത് സീറോയാണ്. ചില വസ്ത്രം അതിനൊരു ഒരു നമുക്കുണ്ടൊരു സങ്കല്പങ്ങൾ. അപ്പം അതിനെ മാറ്റി. ഇപ്പം ഇനി കുഞ്ഞുങ്ങൾ ഷൂസ് വേണമെന്ന് പറഞ്ഞാൽ ഇതിനുള്ള ഷൂസ് ഇട്ടാൽ മതി, എനിക്ക് മേടിക്കാൻ ഡാഡിക്കും മമ്മിക്ക് പറ്റിയല്ലാന്ന് വേദനിപ്പിച്ച് പറയണം. അങ്ങനെ പറഞ്ഞ് പഠിക്കണം. അതിലൊരു സമൂഹത്തെ നശിപ്പിക്കാൻ അപ്പനമ്മയും കൂട്ടി നിൽക്കുകയാണ്. നമുക്ക് ഇതിനകത്ത് പറ്റുന്ന എടുത്തോളുക. അതെ, അങ്ങനെ പറയാൻ പറ്റണം. അല്ലെ പിന്നെ ജനിപ്പിച്ചത് വളർത്തേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും. ഇനി ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ ചിലവ് വരുന്ന മറ്റൊരു കാര്യം നമ്മുടെ യാത്രയാണ്. പെട്രോൾ, ഡീസൽ, കാറില്ലാതെ പറ്റില്ല, യാത്ര പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെയൊന്നും, ചിലപ്പോൾ ഒരേ റൂട്ടിൽ പോകുന്നവരായിരിക്കും ഭാര്യയും ഭർത്താവും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് പോയി വേണമെങ്കിൽ ചില യാത്രകൾ അല്ലെങ്കിൽ സമയം ഒഴിവാക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെ വരാമല്ലോ. അപ്പോൾ ആ യാത്രാ ചെലവുകളെ കുറിച്ചുള്ള ഒരു അച്ഛൻ്റെ ഒരു കാഴ്ചപ്പാട്. നമ്മൾ വിദേശങ്ങളിൽ ചിലവായി കാണാം, ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാർക്കുള്ള ഭയങ്കര തിരക്ക് പിടിച്ച റോഡ്. ഫുൾ ടുഗദർ രണ്ടുപേരാണെങ്കിൽ അവർക്കൊരു ഫ്രീ റോഡാണ്. ഫ്രീ റോഡുണ്ട്. പക്ഷെ അതിനകത്ത് ഒറ്റയ്ക്ക് പോയാൽ അവനെ അറസ്റ്റ് ചെയ്യും, ശിക്ഷ ചെയ്യും. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയാൽ അത്രയും അവർ ഇന്ധനം ലാഭിച്ചു, പൊല്യൂഷൻ മാറ്റി, ഈ ട്രാഫിക് ജാം മാറ്റി. ഒരു ഫാമിലിയൊക്കെ പോകുമ്പം 5-6 ഒരു വണ്ടിയിൽ ഒരുമിച്ച് അങ്ങ് പോവുക. പിന്നെ പകരം ഭർത്താവ് ഒരു വണ്ടി എടുത്തു, ഭാര്യ ഒരു വണ്ടി എടുത്തു. വേണമെങ്കിൽ ഒരുമിച്ച് പോകാവുന്ന വഴി ആയിരിക്കാം. രണ്ട് ദിക്കിലേക്കാണെന്ന് പറയാൻ പറ്റില്ല. ഒരുമിച്ച് പോകുന്ന വഴിയിൽ ഈ അനാവശ്യ യാത്രകളും എക്സ്ട്രാ ചെലവുകളും ഇന്ധന ചെലവും നമ്മൾ ഒഴിവാക്കണം. പിന്നെ ചുമ്മാ കറങ്ങാൻ പോകല്ലേ, വെറുതെ വീക്കെൻഡാ ചുമ്മാ കറങ്ങിയേക്കാം വണ്ടി എടുത്തുകൊണ്ട്. നമ്മൾ ഇരിക്കാനും പഠിക്കണം. വല്ലപ്പോഴൊക്കെ കറങ്ങണം, ചുമ്മാ ഇരിക്കാനും പഠിക്കണം. ഭാര്യയും ഭർത്താവ് മക്കളും വർത്താനം പറഞ്ഞ് ഇരിക്കണം. അന്ന് ഭക്ഷണം ഉണ്ടാക്കണം, അങ്ങനെ ഇരിക്കണം. അവിടെ കുടുംബം വളരുള്ളൂ. മറ്റേ സമൂഹ സംവിധാനം വളരും, സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ വരും. പക്ഷേ ഫാമിലിക്ക് ഏറ്റവും അത് വിജയിക്കത്തില്ല. സാധാരണ ഇപ്പം നേരെ തിരിച്ചാണല്ലോ. നമുക്കൊരു ഫ്രീ ഡേ വരുന്നു, ഉടനെ നമ്മൾ വണ്ടി എടുത്തിറങ്ങുന്നു, പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നു, വീടേ അടച്ചിടുന്നു, അടുക്കള പൂട്ടുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അച്ഛൻ പറഞ്ഞല്ലോ, വീട്ടിൽ ഇരിക്കാനും പഠിക്കണം, ചുമ്മാ ഇരിക്കാനും പഠിക്കണം, റിലാക്സ് ചെയ്യാനും പഠിക്കണം. വെറുതെ കഴിഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് അത് ആ ദിവസത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അടുത്ത ആഴ്ചയുടെ ബഡ്ജറ്റൊക്കെ പറഞ്ഞിരിക്കണം. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ബഡ്ജറ്റ് കണക്ക് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ തീരുകയില്ല. പക്ഷെ എനിക്ക് അവസാനമായിട്ട് അച്ഛനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ദശാംശം കൊടുക്കണം, നമ്മൾ ദാനം ചെയ്യണം. നമ്മുടെ ചെലവ് കഴിഞ്ഞിട്ടിട്ട് ഒന്നും കൊടുക്കാൻ നമുക്ക് പലപ്പോഴും ഇല്ലെന്നാണ് പറയുക. അതെങ്ങനെ നമുക്കൊന്ന് നടത്തിയെടുക്കാം? അതിന് ചെറിയ പരിപാടി മാസാരംഭത്തിൽ ദാനധർമ്മം, പള്ളി, ദശാംശമായിട്ട് തുക അങ്ങ് മാറ്റി വെക്കും. ഒരു 1000 രൂപ മാറ്റി വെക്കുന്നു. 20,000 രൂപ വരുമാനമുള്ള ആൾ 1000 രൂപ അങ്ങോട്ട് മാറ്റി വെക്കും. 10,000 വരുമാനമുള്ള ആൾ ഒരു 500 മാറ്റി വെക്കും. തുകയല്ല, നമ്മുടെ മനസ്സാണല്ലോ അതേ തൊട്ട് കളിക്കുകയല്ല. ബാക്കിയുള്ള എല്ലാ ബഡ്ജറ്റും പൂർത്തിയാക്കും. ഇത് ദൈവത്തിനും പാവങ്ങൾക്കും ഉള്ളത്. അപ്പം അങ്ങനെ ചില കടബാധ്യതകൾ മനുഷ്യർ പോലും അങ്ങനെ ഇങ്ങനെ മാറ്റി വെച്ച് തുടങ്ങിയപ്പം കടബാധ്യത വീടിയെന്ന്
സാക്ഷ്യപ്പെടുന്നതാണ്. കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹവും പാവങ്ങളുടെ പ്രാർത്ഥനയും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ദാനധർമ്മം ചെയ്യണം എന്നും കണ്ട് എൻ്റെ ഇത് വിറ്റിട്ടല്ല ചെയ്യേണ്ടത്. എനിക്ക് നിലനിൽപ്പ് എനിക്കും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും മക്കളും ഉണ്ടല്ലോ, അത് വേണം. പക്ഷേ അല്ലാതെ നമ്മളെല്ലാം ആർത്തിയോടെ വെച്ചുകൊണ്ടിരിക്കുകയല്ല. അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അനുഗ്രഹമില്ല. എൻ്റെ സ്വത്തിൻ്റെ ഒരു അംശം ഇങ്ങനെ പോകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ബാക്കിയുള്ള സ്വത്തിലേക്ക് കടന്നു വരും. അപ്പോൾ പറയും വായ്പ വാങ്ങാൻ ഇടവരികയില്ല. അങ്ങനെ ദൈവം സംരക്ഷിക്കും. നമ്മൾ കൊടുക്കണം, അതും നമ്മുടെ ബഡ്ജറ്റിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തി കരണ്ടിനും പത്രത്തിനും കൊടുക്കുന്ന പോലെ തന്നെ ദൈവത്തിനും നേർച്ചയും ദാനധർമ്മമായിട്ട് ഒരു തുക ഞാൻ വെക്കണം. ആദ്യമേ തന്നെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതുകൊണ്ട് ജീവിച്ചാൽ മതിയല്ലോ. എത്ര കഷ്ടപ്പെടാതെ പിന്നെ എടുക്കരുത്. അങ്ങനെ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ മാറ്റും. തീർച്ചയായിട്ടും എനിക്കിനി ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാനുണ്ട് സത്യത്തിൽ. പക്ഷെ നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. എങ്കിലും ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ ചെറിയ കാര്യങ്ങളാണ്. പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു വിഷയമായിട്ട് കാണാം. താങ്ക് യു ഫാദർ. താങ്ക് യു.